നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിൽ. ഇന്നത്തെ വീഡിയോ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത് കൊണ്ട് പല വിവാഹങ്ങളും മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രചരണം നടന്നിരുന്നു. എന്നാൽ അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു. ഇന്ന് രാവിലെ 8:45 സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. രാവിലെ 6:30 കൊച്ചിയിൽ നിന്നും പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം ഗുരുവായൂരിലെത്തുകയും പിന്നീട് ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്തു. കിഴക്കേ നടയിലൂടെയായിരുന്നു പ്രധാനമന്ത്രി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചത്. ഇതിനുശേഷം താമരമുട്ടുകൊണ്ട് തുലാഭാരം. ഇതിനുശേഷമായിരുന്നു പ്രധാനമന്ത്രി വിവാഹവേദിയിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രി വിവാഹവേദിയിൽ എത്തുമ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ അടുത്ത ബന്ധുക്കളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ താരങ്ങളും സാന്നിധ്യം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത്. അതോടൊപ്പം തന്നെ ജയറാമും ബിജു മേനോനും ദിലീപും ഇവരെല്ലാം കുടുംബസമേതം എത്തിയെന്നത് പ്രാധാന്യത്തോടുകൂടി കാണുന്നു. അതോടൊപ്പം തന്നെ നിരവധി സംവിധായകരും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല സിനിമകൾ സംഭാവന ചെയ്ത നിരവധി സംവിധായകരും ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയാണ് വധൂവരന്മാർക്ക് ഹാരം നൽകിയത്. അതോടൊപ്പം തന്നെ ആശംസകളും അറിയിച്ചു. ഇതോടുകൂടി സുരേഷ് ഗോപിക്ക് സന്തോഷമായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനുശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരുന്നു പ്രധാനമന്ത്രി പുറത്തേക്കിറങ്ങുകയും 10 വധൂവരന്മാർക്ക് ആശംസ അർപ്പിക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കാരണം പല കല്യാണങ്ങളും മാറ്റിവെച്ചു എന്ന് പറഞ്ഞവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് അവിടെ നടന്ന സാധാരണ ആളുകളുടെ കല്യാണം നടക്കുകയും ആ വധൂവരന്മാർക്ക് ആശംസ അറിയിക്കുകയും അവർക്ക് സമ്മാനം നൽകുകയും ചെയ്യുന്നത് കൃത്യമായ ദൃശ്യങ്ങൾ കാണാം. ഇതിനുശേഷമായിരുന്നു സുരേഷ് ഗോപി അവിടെ ഉണ്ടായിരുന്ന നടീനടന്മാരെ പരിചയപ്പെടുത്തുന്നതും. ഓരോ ആളുകളിലെയും അടുത്ത് ചെന്ന് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് കാണുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു. പിന്നീട് ഇവിടെ നിന്നും പ്രധാനമന്ത്രി യാത്രയായി. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കാരണം കല്യാണങ്ങൾ മാറ്റിവെച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. സമയത്തിൽ ക്രമീകരണം ഉണ്ടായി എന്നതും സത്യമാണ്. എന്നാൽ അവരുടെ മുഹൂർത്തത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇതിനുശേഷം പ്രധാനമന്ത്രി പോയതിനു ശേഷമായിരുന്നു വിരുന്ന് സൽക്കാരത്തിലേക്ക് ഓരോ താരങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയും പോകുന്ന വഴിക്കെല്ലാം താരങ്ങളെ കാണാനും പ്രധാനമന്ത്രിയെ കാണാനും നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തടിച്ചുകൂടിയത്. ക്ഷേത്രം ഇന്നലെ മുതൽ തന്നെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു. ഇന്നലെ സുരേഷ് ഗോപി രാത്രി തന്നെ ക്ഷേത്രത്തിലെത്തുകയും കല്യാണ മണ്ഡപത്തിൻ്റെ ഒരുക്കങ്ങൾ കണ്ടു ബോധ്യപ്പെടുകയും ചെയ്തു. എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ആഡംബരമായി നടത്തണമെന്ന് സുരേഷ് ഗോപിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ വിരുന്ന് സൽക്കാരം ഇനി 2 ദിവസമാണുള്ളത്. ഒന്ന് കൊച്ചിയിലും ഒന്ന് തിരുവനന്തപുരത്തും. അവിടെയും കൃത്യമായി തന്നെ വേണ്ടപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പല രീതിക്കുള്ള വാർത്തകൾ പുറത്തു വരികയും അതിലെ കമൻറ്റുകൾ മനസ്സലിയിക്കുന്ന രീതിയിൽ കമൻറ്റുകളുണ്ട്. ഈ വിവാഹം വാഴില്ല എന്ന് വരെ കമൻറ്റ് ചെയ്തവരുണ്ട്. ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. എന്തായാലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് കൊണ്ട് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, അത് മാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കല്യാണം ഭംഗിയായി നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കല്യാണത്തിന് കുറേ വീഡിയോകൾ നമുക്കുണ്ട്. ആ വീഡിയോ നമുക്ക് കാണാം.
നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.